നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 36ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 20 വേദികളിലായി വിദ്യാർത്ഥികൾ വിവിധ കലാരംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന മത്സരങ്ങളാണ് നടക്കുന്നത്. കൈപ്പറമ്പിൽ CPIMന്റെ വനിതാ വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം. കൈപ്പറമ്പ് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിന് നേർക്കാണ് ആക്രമണം. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിലെ 4ാം പ്രതി കൊടകര മനക്കുളങ്ങര സ്വദേശി ജാക്കി ബിനു എന്ന ബിനുവാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. 36ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 20 വേദികളിലായി വിദ്യാർത്ഥികൾ വിവിധ കലാരംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന മത്സരങ്ങളാണ് നടക്കുന്നത്. ആദ്യ ദിനത്തിൽ അറവനമുട്ട, ദഫ്മുട്ട, കുച്ചിപ്പുടി, നാടകം, ഇംഗ്ലീഷ് സ്കിറ്റ്, പദ്യം ചൊല്ലൽ, തായമ്പക, പഞ്ചവാദ്യം, നാദസ്വരം, ദേശഭക്തിഗാനം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത്. ബുധനാഴ്ച രാവിലെ 9:30 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ നടൻ ജയരാജ് വാര്യർ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സബ് കളക്ടർ അഖിൽ വി മേനോൻ, സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ എന്നിവർ മുഖ്യാതിഥികളാകും. മുനിസിപ്പൽ ടൗൺ ഹാളാണ് കലോത്സവത്തിന്റെ പ്രധാന വേദി. കൂടാതെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ, സെയിന്റ് മേരീസ് സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയവയാണ് മറ്റു വേദികൾ. സംസ്കൃതോത്സവം നാഷണൽ സ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് LP സ്കൂളിലുമാണ് നടക്കുന്നത്. ഒപ്പന, മാപ്പിളപ്പാട്ട്, അക്ഷരശ്ലോകം, പ്രസംഗ മത്സരം, കേരള നടനം, ചവിട്ടുനാടകം, പരിചമുട്ടുകളി, മോണോ ആക്ട്, മിമിക്രി, ശാസ്ത്രീയ സംഗീതം, ബാൻഡ് മേളം തുടങ്ങിയ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി ബുധനാഴ്ച നടക്കുന്നത്. ഈ മാസം 21 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. കൈപ്പറമ്പിൽ CPIMന്റെ വനിതാ വാർഡ് മെമ്പറുടെ വീടിനു നേരെ ആക്രമണം. കൈപ്പറമ്പ് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിനു നേർക്കാണ് ആക്രമണം. അഖില പ്രസാദ് നിലവിൽ CPIMന്റെ 18ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. 2 ദിവസം മുൻപ് ബൈക്കിലെത്തിയ അപരിചിതരായ 2 പേർ അഖില പ്രസാദിന്റെ വീട്ടിലെത്തിയിരുന്നു. അഖില മത്സരരംഗത്തു നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട സംഘം ഭീഷണിയും മുഴക്കിയിരുന്നു. ഇതോടെ അഖില പ്രസാദ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ വീടിനു നേരെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്ത അക്രമി സംഘം സ്കൂട്ടറും സൈക്കിളും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തു. വിവരമറിഞ്ഞ പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പറഞ്ഞു, നിങ്ങൾ ഇലക്ഷനിൽ നിൽക്കണ്ടോ ചോദിച്ചു, സ്ഥാനാർത്ഥിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു, ആദ്യം പിൻവാങ്ങണമെന്ന് പറഞ്ഞു, പിന്മാറണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമ്മൾ അന്വേഷിച്ച് ആരെങ്കിലും വന്നതാവും എന്നുള്ളൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അത് പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. അത് നിങ്ങൾ അതിൻ്റെ ഭവിഷ്യത്ത് വഴി അറിയുമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് അത് പറയുമ്പോഴേക്കും ഒരാൾ വണ്ടിയിൽ കയറി.
ബുള്ളറ്റാണ്. നമ്മുടെ ആ സമയത്ത് നമ്മൾ നോക്കാനുള്ളത് ഒരു 3 മണി 3:30 കഴിഞ്ഞുണ്ട്. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിലെ 4ാം പ്രതി കൊടകര മനക്കുളങ്ങര സ്വദേശി ജാക്കി ബിനു എന്ന ബിനുവാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി ടിപ്പു സുൽത്താൻ റോഡിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയ് പ്രതാപ് പവാറിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ 7 രാവിലെ 11:45 മുറ്റിച്ചൂരിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മുറ്റിച്ചൂർ പള്ളിക്ക് സമീപത്ത് വെച്ച് പുറകിലെത്തിയ കാർ അക്ഷയ് സഞ്ചരിച്ച ബൈക്കിന് കുറുകെയിട്ട് തടഞ്ഞു. തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ പ്രതികൾ അക്ഷയുടെ മുഖത്ത് കുരുമുളക് സ്പ്രേ ചെയ്ത കൈവശമുണ്ടായിരുന്ന 3 ലക്ഷം രൂപ സൂക്ഷിച്ച ബാഗുമായി രക്ഷപ്പെട്ടു. സംഭവത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്തിരുന്നു. കേസിൽ പ്രതികളായ ആറ്റിങ്ങൽ സ്വദേശി അർജുനെ പെരുമ്പാവൂരിൽ നിന്നും, ഇടുക്കി പായ്സൺ വാലി സ്വദേശി വക്കത്താനത്ത് വീട്ടിൽ ബോബി ഫിലിപ്പിനെ ആലുവയിൽ നിന്നും, ആലുവ മാർക്കറ്റ് റോഡ് സ്വദേശി മറ്റത്തിൽ വീട്ടിൽ ഗ്ലിവിൻ ജെയിംസിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. കവർച്ചയ്ക്ക് പിന്നാലെ മുങ്ങിയ ബിനു പല സ്ഥലങ്ങളിലായി ഒളിവിലായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെച്ച് പ്രതി സഞ്ചരിച്ച സ്കൂട്ടർ അന്വേഷണ സംഘം തടഞ്ഞു. സംശയം തോന്നിയ പ്രതി ബിനു സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും പോലീസ് സംഘം ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. നടപടിക്രമങ്ങൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി ബിനു കൊടകര, അന്തിക്കാട്, ചാലക്കുടി, വലപ്പാട്, ഒല്ലൂർ, മഞ്ചേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി മോഷണം, കവർച്ച എന്നിവയുൾപ്പെടെ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മഞ്ചേരിയിൽ 8 ലക്ഷം രൂപയുടെ കുഴൽപ്പണം തട്ടിയ കേസിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ബിനുവിനെതിരെ വാറണ്ട് നിലവിലുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജു, അന്തിക്കാട് SHO കേഴ്സൺ വി മാർക്കോസ്, SI M അഫ്സൽ, ഗ്രേഡ് ASI ES ജീവൻ, CPOമാരായ KA സുമേഷ്, കിരൺ, രഘു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് മുടങ്ങി. നങ്ങ്യാരമ്മയുടെ മരണത്തെ തുടർന്നാണ് ഇത്തവണ കൂത്തുപുറപ്പാടിന് മുടക്കം നേരിട്ടത്. മണ്ഡലമാസത്തിൽ വൃശ്ചികം 1 മുതൽ നടത്തുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. അവകാശികളായ എടനാട് നങ്ങ്യാർ കുടുംബത്തിലെ സരോജിനി നങ്ങ്യാരുടെ മരണത്തെ തുടർന്ന് ഇത്തവണ കൂത്തുപുറപ്പാട് മുടങ്ങുകയായിരുന്നു. കേരളത്തിൽ ശ്രീകോവിലിന് അഭിമുഖമായി കൂത്ത് നടത്തുന്ന 2 ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവാണ് മറ്റൊരു ക്ഷേത്രം. തൃപ്രയാർ ക്ഷേത്രത്തിലെ കൂത്തിന്റെ അവകാശം മാണി കുടുംബക്കാരിൽ നിന്ന് അമ്മന്നൂർ കുടുംബത്തിന് നൽകിയിട്ട് 2 വർഷമായി. തൃപ്രയാർ ക്ഷേത്രത്തിൽ കൂത്തിന് ഉപയോഗിക്കുന്ന പുതിയ മിഴാവിനുള്ള മൃദംഗോപനയന വിധികൾ ഏതാനും മാസം മുൻപ് നടത്തിയിരുന്നു. 12 ദിവസങ്ങൾ കൊണ്ടാണ് അങ്കുലിയാങ്കം അവതരിപ്പിക്കാറുള്ളത്. ശക്തിഭദ്ര കവിയുടെ ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകത്തിലെ 6ാം അംഗമായ അങ്കുലിയാങ്കത്തിൽ ഹനുമാനാണ് മുഖ്യ കഥാപാത്രം. പകർനാട്ട രൂപേണ അവതരിപ്പിക്കുന്ന കൂത്ത് 12ാം ദിവസം രാത്രി നടത്തുന്ന രക്ഷോവധം കഥാഭാഗത്തോടെ സമാപിക്കും. 14ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്ന അജ്ഞാത കർത്തൃകമായ കോഗ് സന്ദേശം എന്ന കാവ്യത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിലെ കൂത്തിനെക്കുറിച്ച് പരാമർശമുണ്ട്. നങ്ങ്യാരമ്മയുടെ മരണത്തിന്റെ പുലയടിയന്തരത്തിനു ശേഷം കൂത്ത് നടത്തുമെന്ന് തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ അറിയിച്ചു. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട്. ആദ്യ അധ്യായത്തിൽ തന്നെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ കുറി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് തീ പാറുമെന്നതിന്. തീ ഇപ്പോൾ പാറിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആദ്യത്തെ ഞെട്ടൽ തന്നെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ സംഭവിച്ചു. 10 വർഷം ജനപ്രതിനിധി, വെറും ജനപ്രതിനിധിയല്ല, 5 വർഷം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, 5 വർഷം പഞ്ചായത്ത് അങ്ങ് ഭരിച്ച് ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ആത്മവെളിപാടം ഉണ്ടാവുകയാണ്. മറ്റൊന്നുമല്ല, ഈ 10 വർഷം അങ്ങ് പോരായിരുന്നു, തഴയപ്പെടുകയായിരുന്നു, അർഹമായ പ്രാധാന്യം നൽകിയില്ല. അങ്ങനെ ആരോപണങ്ങൾ മുന്നോട്ട് പലതും വയ്ക്കാം. അപ്പം ഇതെല്ലാം കാണുന്ന സാധാരണ ജനമുണ്ട്. സാധാരണ ജനം ചോദിക്കുന്നത്, നിങ്ങളെയൊക്കെ ഇങ്ങനെ തഴയുവാണെങ്കിൽ ഞങ്ങളെയൊക്കെ തഴഞ്ഞത് നിങ്ങൾ ഓർത്തുവോ എന്നത്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്വന്തം കാര്യത്തിന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന ചില ആളുകളുണ്ട്. പറയുമ്പോൾ കുറച്ച് കനത്തിൽ പറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളല്ലല്ലോ പറയേണ്ടത് ആരാണ്? ഞങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷം ഇവിടെ മത്സരം ഒക്കെ ഞങ്ങളൊന്നും പറയില്ല, അതിനെപ്പറ്റി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
കാരണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങളൊന്നും നടപ്പിലാക്കില്ല. കയറി ഇറങ്ങാന്നല്ലാണ്ട് ഒരു കാര്യം പഞ്ചായത്തിൽ ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല. ഇനി കയറുന്ന സ്ഥാനാർത്ഥികൾ കയറി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. പാവപ്പെട്ടവർക്ക് ഈ നിലവിലെ ഇപ്പോൾ ഈ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി മാറി വേറൊരു പാർട്ടിയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായിരുന്നു അങ്ങയുടെ നിലപാടെന്താ? അങ്ങനെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ നിലപാടെന്താ? എൻ്റെ നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആ സീറ്റ് ചൂട് വരെ മാറിയിട്ടില്ല, അപ്പോഴേക്കും വേറൊരു പാർട്ടിയിലേക്ക് കയറി. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു സുജീഷ ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചു എന്നാണോ പറയുന്നത്? അന്ന് അങ്ങനെ പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ സീറ്റിലത്തെ ചൂട് വരെ മാറിയിട്ടില്ല, ഇരുന്നതിന്റെ ചൂട്. അപ്പോഴേക്കും വേറൊരു പാർട്ടിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വിഷമമായി എനിക്ക് തോന്നുന്നത്. ഒരു വിഷമം തന്നെയായിരുന്നു അത്. അതായത് ഇവർ 10 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞതല്ലാണ്ട് ഒരു വികസനം ചേർപ്പ് പഞ്ചായത്തിന് ശാപം കെട്ടേണ്ടിയാണ്. ഒരാളെ കൊണ്ടും ഏത് പാർട്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു വികസനം നടന്നില്ല. മറ്റുള്ള പഞ്ചായത്തിനേക്ക് അടിസ്ഥാനം ചെറിയ പഞ്ചായത്തുകൾ, മറ്റുള്ള പഞ്ചായത്തുകൾ അവരൊക്കെയും വികസനം കാട്ടുമ്പോൾ ചേർപ്പ് പഞ്ചായത്തിന് ഒരു വികസനവുമില്ല. വെറുതെ ഓരോ കാര്യങ്ങൾ കാട്ടി റോഡായാലും നാടായാലും വഴികളായാലും ഒക്കെ ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പേരിന് മാത്രം ഒന്നുമില്ല. പിന്നെ പ്രസിഡന്റ് ഇവർ പറയുന്നു 10 വർഷം അവരുടെ കുത്താണ് ഇവരുടെ കുത്താണെന്ന്. ഏത് പാർട്ടി ആയിക്കോട്ടെ ഇവരെ ഒരിക്കലും ചെയ്ത് ന്യായീകരിക്കാൻ പറ്റില്ല. ആരിച്ചാ എനിക്ക് സീറ്റ് കിട്ടിയില്ല, അത് കഴിഞ്ഞപ്പോൾ നാളെ വേറെ പാർട്ടിയിൽ കയറി, അതൊരു രാഷ്ട്രീയത്തിന് യോജിച്ചല്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവർ അതിൽ പോണത്, അല്ലെങ്കിൽ 6 മാസം മുന്നേ പോകുമായിരുന്നില്ലേ. പിന്നെ അവരെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് ആ സീറ്റ് രാജിവെച്ചുകൂടെ? അവർക്ക് എന്താ കുഴപ്പം? അവരത് ചെയ്ത് തീരെ തെറ്റാണ്. ഒരു പാർട്ടിക്കാരും ചെയ്യാൻ പാടില്ല, അവർ പാർട്ടി സ്വീകരിക്കാനും പാടില്ല ഇങ്ങനത്തെ ആൾക്കാരെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇലക്ഷൻ ചൂടെന്ന് പറഞ്ഞാൽ വമ്പൻ ചൂടാണ്. ഈ ഇലക്ഷൻ ചൂടിൻ്റെ ചർച്ചകൾക്ക് ചൂട് പിടിക്കുമ്പോൾ ഇടം പിടിക്കുന്നത് നല്ല ചൂടൻ കട്ടൻ ചായയും നല്ല പരിപ്പോടെയാണ്. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ തൊട്ടടുത്ത്, അതായത് പഞ്ചായത്തിൻ്റെ തിരുവിളക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻഭാഗത്ത് പേരില്ലാത്തൊരു ചായക്കടയുണ്ട്. ഒരു പക്ഷേ എത്ര വർഷമായെന്ന് ചോദിച്ചാൽ എത്ര വർഷമായി ഉണ്ടാവും? 23 വർഷമായി. 23 വർഷമായിട്ട് നമ്മുടെ ഈ ചായക്കട ഉണ്ടല്ലേ. പേര് ഇന്ന് വരെ ഇല്ല. പക്ഷെ പേരുണ്ട്, നല്ല പരിപ്പോടെ കിട്ടുന്ന പേരുണ്ട്. ഇനി ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും പരിപ്പോടെയൊക്കെ കൂടുതൽ കച്ചവടം ഉണ്ടോ? ഉണ്ടാവാറുണ്ട്. ഈ ചൂടൻ ചർച്ചകൾക്ക് ഇപ്പൊ സുജിയക്കള്ളിയത്ത് എന്തുകൊണ്ടും മാറിയെന്ന് മാത്രമാണ് അറിയാത്തത്. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു സുജിയ, പിന്നെ എന്തുകൊണ്ടും മാറിയെന്നുള്ളത് നമുക്ക് അറിയാം. പരിപ്പോടെയും കട്ടൻ ചായയും കുടിക്കാൻ പോയതാണോ? അങ്ങനെ ആ വഴിയില്ല. അവിടെ പരിപ്പോടെയും കട്ടൻ ചായ കുറവാ. നല്ല മിടുക്കിയാണ്, പക്ഷെ എന്താ മാറിയെന്ന് നമുക്കറിയില്ല. മോശമായി പോയോ? മോശമായിന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മന്ത്രിമാര് വരെ കാലം മാറുന്ന കാലല്ലേ. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പല ആളുകൾക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ചൂടൻ പരിപ്പോടുകൾ ധാരാളം ഉണ്ടാവട്ടെ അല്ലേ? പ്രാർത്ഥിക്കാം. അതെ, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഈ പഞ്ചായത്തിന് മൊത്തം ഇതുള്ളൊരു വ്യക്തിയാണല്ലോ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ. സുജീഷ കളിയത്ത് എന്ന് പറയുമ്പോൾ ആളെന്തായാലും അവരില്ലാത്തൊരു ഇതില്ലല്ലോ പഞ്ചായത്തിൽ. പ്രസിഡന്റ് ഒരു സാക്ഷ്യപത്രമായാലും എന്തായാലും പ്രസിഡന്റ് തന്നെ തരണ്ടേ. അപ്പൊ എന്തായാലും 5 വർഷം തന്നെ ആളുണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ ഉണ്ടായതിന് പെട്ടെന്ന് തന്നെ വേറൊരു ഇതാളെ ആക്കിയിട്ട് വേണമായിരുന്നു ആള് മാറാനായിട്ട്. മോശമായി പോയി. വളരെ മോശമായി പോയി. അതാണ് അഭിപ്രായം. ആളായിട്ട് അടുത്ത് ബന്ധമുണ്ടോ? അടുത്ത് ബന്ധം പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് വരും, പിന്നെ അത്രയേ ഉള്ളൂ. ഫംഗ്ഷൻസ് ഒക്കെ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. അവഗണനയാണെന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. അങ്ങനെയുണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള അവഗണനയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പ്രത്യേകിച്ച് ഞാനൊരു ഞാനില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്തായാലും. ഇരുപത് വർഷമായിട്ട് അങ്ങ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് രാവും പകലും, പ്രത്യേകിച്ച് അങ്ങയുടെ വാർഡിലടക്കം വികസനം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങക്ക് എങ്ങനെയാണെങ്കിൽ അവഗണന കിട്ടിയിട്ടുണ്ടോ?
ഞാൻ വിചാരിച്ചാലേക്ക് അത് മുഴുവൻ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. കാരണം അർഹതയില്ലാത്ത ചില ആൾക്കാരുടെ കുറേ അത് കടന്നു കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കേട്ട് നമുക്ക് പിന്നെ നോക്കാം, അത് കിട്ടും എന്നുള്ളൊരു അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ സഹപ്രവർത്തക, അങ്ങയുടെ ഒപ്പ ഭരണത്തിൽ നിന്ന, അങ്ങയുടെ കൂടെ സന്തത സഹചാരിയായി നടന്ന ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ അവഗണന കാരണം മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. എന്താ അഭിപ്രായം? അത് പറയണതിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സാധാരണ പ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും കൂടുതലുള്ള എല്ലാ ഇത് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ ജയിച്ചു വന്ന ഉടനെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനവും 5 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഒരു സാധാരണ പ്രവർത്തകന് ഏറ്റവും മികച്ചതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഞങ്ങളെപ്പോലെ സംഭവിച്ചുള്ള എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ കിട്ടാവുന്ന ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഇത്രയും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അത്രയും ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. അതെല്ലാം പെട്ടെന്ന് അവർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും പല ചർച്ചകളും പ്രശ്നങ്ങളും, അതായത് ചർച്ചയില്ലായ്മ കാര്യങ്ങളൊക്കെ വരാം. അതൊക്കെ സാവധാനം വളരെ ഭംഗിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങ് അറിഞ്ഞിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. അവർ ഇത് മാറിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോക്കായി, ചെറിയൊരു ഷോക്കായി. കാരണം അവർക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും ആളുടെ പെരുമാറ്റത്തിലൂടെ എനിക്ക് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് കണ്ടമാനം വ്യക്തികൾ ഇപ്പോൾ പല പാർട്ടികളായിട്ട് മാറി ചേരുന്നുണ്ട് എന്ന് കരുതി ആ പാർട്ടി നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്നൊരവസ്ഥ ചേർപ്പിൽ തീർച്ചയായും കോൺഗ്രസ് തന്നെ നിലനിൽക്കും. അതിലൊരു യാതൊരു സംശയവും വേണ്ട. കാരണം ഒരു വ്യക്തിയല്ല, അതായത് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശൈലികളും കണ്ടുകൊണ്ടാണ് പല പാർട്ടി പ്രവർത്തകരും പാർട്ടിയിലേക്ക് ആകർഷിച്ചു വരുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് യുവതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് പുതിയ, അങ്ങ് സൂചിപ്പിച്ച പോലെ പുതിയ ആളുകൾ കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു കനത്ത പ്രഹരല്ലേ? അത്തരത്തിലായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം കിട്ടാനുള്ളത് കിട്ടി. ഇനി അതിൽ കവിഞ്ഞിട്ടുള്ളത് വേറെ എന്തെങ്കിലും വല്ല സ്ഥാനങ്ങൾക്ക് അവർക്ക് ലഭിക്കാൻ വല്ല മനസ്സിൽ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി അത് ലഭിക്കില്ല എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ പ്രധാന വിഷയങ്ങളൊന്നുമില്ല. കാരണം പോയവരൊക്കെ ഒരു പരിധിവരെ തിരിച്ചു വന്നുള്ള ചരിത്രമാണ് കോൺഗ്രസിന് ഉള്ളത്. അടുത്ത് പോലും തിരിച്ചു വന്നാൽ സ്വീകരിക്കും. അത് ആ സമയത്തെ പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കും. എനിക്ക് ഒറ്റയ്ക്കൊരു അതിനെക്കുറിച്ച് സംസാരിക്കാൻ സുഹൃത്തായിരുന്നു. അല്ല, നമുക്ക് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവരത് ഒരു സൂചനയില്ലാതൊരു പെട്ടെന്നൊരു പോക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്ര വലിയ അവഗണന ഉണ്ടായത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെ അറിവ്. ചേട്ടാ, അങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നല്ല ചൂടാണ്. കാരണം വൃശ്ചികമൊക്കെ ആയാലും തെരഞ്ഞെടുപ്പിന് ചൂടിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സംഭവങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. എന്താ അഭിപ്രായം? സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ കലാപമാണെങ്കിലും ഒരു ജനാധിപത്യത്തിന് നിരക്കാത്ത, എന്താ പറയുക, ജനാധിപത്യത്തെ തന്നെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാലോചിക്കേണ്ടത്, ഇപ്പം എൻ്റെ പാർട്ടിയിലുള്ളവർ കോൺഗ്രസ്സാണ്. അവർ കഴിഞ്ഞ 9 വർഷക്കാലം 5 കൊല്ലം പഞ്ചായത്ത്, 10 വർഷക്കാലം 5 കൊല്ലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ചതി പ്രയോഗത്തിലൂടെ അവിടെ കൂറുമാറുക. അത് ജനാധിപത്യ കേരളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വിശ്വാസികളുടെ നാടായ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ അംഗീകരിക്കില്ല. അത്തരം കൂറുമാറ്റങ്ങൾ എന്നും തിരസ്കരിച്ചിട്ടുള്ളൊരു പഞ്ചായത്താണ് ചേർപ്പ്. അത് തന്നെ ഇവിടെ ആവർത്തിക്കുമെന്നാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വിശ്വാസം. തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യുമോ? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്ക് വലിയ ഗുണം ചെയ്യും. തരത്തിൽ? കാരണം കോൺഗ്രസ് ജയിക്കുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പല സമയങ്ങളിൽ മാറി മാറി നിലപാടുകൾ സ്വീകരിക്കുക. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ജയിച്ചാൽ അവരിൽ ആരൊക്കെ എനിക്ക് ആരും മാറില്ല, കൂറുമാറില്ല എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ ഒരു ഉദാഹരണമായി ഇപ്പോൾ അവസാനമായി ലോഹിയേട്ടൻ പറഞ്ഞത് നല്ലൊരു ഓഫർ കൊടുത്താൽ ചാടും. അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ നിഷ്പക്ഷമായി അത് കാണുക? എങ്ങനെയാണ് ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുക കോൺഗ്രസിന്? എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ നല്ല ചൂട് പിടിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് പഞ്ചായത്തിന്റെ തൊട്ട് പുറകിൽ വലിയൊരു ശിലാഫലകമുണ്ട്. അതെ, ഇത് തന്നെ മതി. കഴിഞ്ഞ 10 വർഷക്കാലം കോൺഗ്രസിന്റെ പതനത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ഫലകമാണ് നമ്മുടെ മുമ്പിൽ. പതനം പേടിച്ചിട്ടാണോ ചാടിപ്പോയത്? അറിയില്ല. അതിപ്പോ എന്താണെന്ന് ചോദിച്ചാൽ അതില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ തവണ 5 വർഷക്കാലം, പ്രത്യേകിച്ച് അതിലെ കോൺഗ്രസിന്റെ ചില മാന്യന്മാരെ മെമ്പർമാർ, ഞാൻ അവരെ അങ്ങനെ തന്നെ പറയും, അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് അവരാവശ്യപ്പെട്ട മുറയ്ക്ക് ഈ സ്ഥാപനം നിലനിർത്താൻ നിങ്ങളുടെ പാർട്ടിയുടെ സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനം എടുത്ത് ഞങ്ങൾ പിന്തുണർത്തതാണ്. എന്നാൽ ഈ കമ്മ്യൂണിറ്റി ഹാളിനെ മനോഹരമാക്കാൻ
ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് സഹായം വേണം, ആ സഹായം ഈ കാലയളവിൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ പാർട്ടി ഞങ്ങളുടെ പാർട്ടി. ദീർഘകാലമായി ചേർപ്പിന്റെ പൾസ് അറിയാണ് ലോഹിയേട്ടൻ. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ എങ്ങനെയാണ് ഒറ്റ വാക്കിൽ നോക്കിക്കാണുന്നത്? എന്ത് പ്രവർത്തി അവരെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയാ? ഇപ്പോൾ ഇത്രയും വലിയ പഞ്ചായത്ത്, ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് ചേർപ്പ്. പണ്ട് ഞങ്ങളിത് മുനിസിപ്പാലിറ്റി ആക്കണമെന്ന് ആഗ്രഹിച്ചത് സ്ഥലമാണ് ഇതും തൃപ്പയാറും. അത്രയും വലിയൊരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലെ അവരുടെ ഭരണപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് അവർക്ക് ഒരു സിമ്പിൾ ചെയ്യാൻ കഴിയും? ഞങ്ങളുടെ കാലത്ത് ഇന്നത് കൊണ്ടുവന്നു, ആരോഗ്യരംഗത്ത് ഞങ്ങൾ ഇന്നത് നടപ്പിലാക്കി, അല്ലെങ്കിൽ റോഡുകളുടെ കാര്യത്തിൽ ഇന്നത് ഞങ്ങൾ ചെയ്തു, ഒക്കെ പോട്ടെ. അംഗനവാടി ഇപ്പൊ ഈ മറുകണ്ഠം ചാടിയ പ്രവർത്തനത്തെ മറുകണ്ഠം ചാടി എന്ന് പറഞ്ഞാൽ അത് അവരുടേതായ വ്യക്തിപരമായ ലാഭങ്ങളോ ഇനി മറ്റെന്തെങ്കിലും ലാഭമാണോ എന്ന് എനിക്കറിയില്ല. ലാഭത്തിന്റെ ജനാധിപത്യത്തിന് നിരക്കില്ല, ഒരിക്കലും നിരക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കത്ത് തൻ്റെ സ്വന്തം പാർട്ടിയെ വഞ്ചിക്കുക എന്ന് പറഞ്ഞ ഏത് പൊതുപ്രവർത്തകനായാലും പൊതുപ്രവർത്തകയായാലും അത് ജനാധിപത്യ കേരളവും ജനാധിപത്യ പഞ്ചായത്തും അത് തള്ളിക്കളയും. അതുകൊണ്ടൊരു ലാഭം ഇവിടെ BJPക്ക് ഉണ്ടാകാനും പോകുന്നില്ല. അടിപൊളിയിട്ട് പറയുന്നു ഞാൻ. ആ ചാട്ടം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂറുമാറ്റം കൊണ്ട് BJPക്ക് ഒരു നേട്ടവും ചേർപ്പ് പഞ്ചായത്തിൽ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ സീറ്റ് പോലും BJPക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറും എന്നാണ് എനിക്ക് തോന്നിയത്, എൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസ് എന്നോ മറ്റുള്ള പാർട്ടിയെന്നല്ല, അങ്ങ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിനൊപ്പമാണ്. എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനിപ്പോൾ ഒരു 40 വർഷത്തോളമായിട്ടുണ്ട്. ഈ 40 വർഷമായിട്ട് അങ്ങ് ഒരു വാർഡ് മെമ്പറെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹമില്ലേ? ഒരുപാട് ആഗ്രഹമുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. അവസരം കിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 10 വർഷമെല്ലാം ചില സീറ്റുകളിൽ ഇരുന്ന ആളുകൾ അവസരങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട് മറുകണ്ഠം ചാടി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ 10-40 വർഷമായിട്ട് ഈ രംഗത്ത് നിന്നിട്ട് ഒരു സീറ്റ് പോലും ആഗ്രഹിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ആകെ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള ഈ പൊതുരംഗത്ത് വന്നിട്ട് വരും. അതിൽ 5 വർഷം പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ബാക്കി 5 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരുന്നു. എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ അവഗണിച്ചു എന്നാണ്. അപ്പം ഞങ്ങളൊക്കെ എന്ത് പറയണം? 40 വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്ന അങ്ങേ പോലുള്ള ആളുകൾ എന്ത് പറയണം? അത് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോഴും രാവും പകലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ചുവരെഴുതുവാനും പോസ്റ്റർ ഒട്ടിക്കുവാനും എന്തിനേറെ പറയുന്നു മുദ്രാവാക്യം വിളിക്കുവാനുമെല്ലാം ഊണും ഉറക്കവുമെല്ലാം കളഞ്ഞു നടക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ ഇതുപോലെ നേതൃത്വ സ്ഥാനത്ത് എല്ലാ അധികാരങ്ങളും കിട്ടുന്ന, എല്ലാ അധികാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറയണമെന്നാണ് പൊതുപ്രവർത്തകർ ചോദിക്കുന്നത്. ഞങ്ങൾക്കും പറയാനുണ്ട്, ഇത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ എന്തിനാണ് ഇതിനു മുൻപൊന്നും ആരും പാർട്ടി മാറി പോയിട്ടില്ലേ, ഇതിനു മുൻപൊന്നും ആരും പക്ഷത്തേക്കൊന്നും പോയിട്ടില്ലേ എന്ന് പ്രേക്ഷകരടക്കം ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ മറ്റാര് പോയതിനേക്കാളും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, ഭരണപക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു മികച്ച സേവനം നടത്തിയിരുന്ന ഒരാൾ അതിൻ്റെ കസേരയിലിരുന്ന് എണീറ്റതിൻ്റെ ചൂട് പോലും മാറാതിരുന്ന് ആ നിമിഷത്തിൽ മറുകണ്ഠം ചാടുമ്പോൾ ഇത്രയെങ്കിലും ഞങ്ങൾ ചോദിക്കണ്ടേ? ഞങ്ങളല്ല ചോദിച്ചത്, ഉത്തരം പറഞ്ഞത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ കാണാം മറ്റൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൻ ചർച്ചയുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ലെല്ല പബ്ലിക്കേഷൻസിന്റെ ചെറുകഥാ സമാഹാരമായ കാരുണ്യത്തിന്റെ കൈകൾ പുറത്തിറക്കി. സാഹിത്യകാരൻ ബാപ്പു വലപ്പാടിന്റെ 17ാമത്തെ രചനയാണ് കാരുണ്യത്തിന്റെ കൈകൾ. വലപ്പാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ്. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാരുണ്യം അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പുതിയ രചനയിലൂടെ ബാപ്പു വലപ്പാട് വരച്ചിടുന്നതെന്ന് PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. സാഹിത്യകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MA സലീം പുസ്തകം ഏറ്റുവാങ്ങി. പുസ്തക രചയിതാവും ലെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടറുമായ ബാപ്പു വലപ്പാട് അധ്യക്ഷനായി.
വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയവർക്കുള്ള ലെല്ല പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസ് തളിക്കുളം, വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വിനോദിനി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. മോസിൻ പാടൂർ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, ചിദംബരൻ, PN പ്രൊവിൻഡ്, സംഗീത കൃഷ്ണൻ, നൌഷാദ് പോക്കാക്കില്ലത്ത്, ഷംസുദ്ദീൻ എലയിടത്ത്, സുകുമാരൻ വെള്ളാഞ്ചേരി, റൌഫ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. CBIയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലത്ത് കുടുംബ സംഗമം നടത്തി. ആദരിക്കൽ, സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയോടെയാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. E.T. ടൈസൺ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം 6-ാം വാർഡിൽ ആരോഗ്യോപകേന്ദ്രത്തിനായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ CPI തണൽ ബ്രാഞ്ച് അംഗം ചാണ്ടി ചിറമലിനെ കുടുംബസംഗമത്തിൽ ആദരിച്ചു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷനായി. MD സുരേഷ്, PK റഹീം, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ യുവകലാ സാഹിതി പുറത്തിറക്കിയ സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി റഫീഖ് കാദിക്കോടിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൺവെൻഷൻ നടന്നു. പുഞ്ചപ്പാടം ഉന്നതിയിലായിരുന്നു കൺവെൻഷൻ. സാമൂഹിക പ്രവർത്തക പ്രേമാജി പിഷാരടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്ത് അധ്യക്ഷനായി. കൺവീനർ റഷീദ് പൊന്നാത്ത്, ജില്ലാ ജനറൽ കൺവീനർ റഷീദ്, മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് കൊറ്റായി പറമ്പിൽ, KK ഷാജഹാൻ, ഷഹന അമീൻ എന്നിവർ സംസാരിച്ചു. കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിനായി കൊണ്ടുവന്നതായിരുന്നു കൊമ്പൻ മാവേലിക്കര ഗണപതിയെ. തിങ്കളാഴ്ച രാത്രിയോടെയാണ് കൊമ്പൻ ചെരിഞ്ഞത്. പഴഞ്ഞി പെരുന്നാളിനു ശേഷം പെങ്ങാമുക്ക് തെക്കുമുറി പറമ്പിൽ തളച്ചിരുന്നതാണ്. എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു കൊമ്പൻ മാവേലിക്കര ഗണപതി. നിരവധി ആനപ്രേമികളാണ് ചരിഞ്ഞ കൊമ്പനെ കാണാനെത്തിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 36ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 20 വേദികളിലായി വിദ്യാർത്ഥികൾ വിവിധ കലാരംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കുന്ന മത്സരങ്ങളാണ് നടക്കുന്നത്. കൈപ്പറമ്പിൽ CPIMന്റെ വനിതാ വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം. കൈപ്പറമ്പ് പഞ്ചായത്ത് 16ാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിന് നേർക്കാണ് ആക്രമണം. മുറ്റിച്ചൂരിൽ ബൈക്ക് യാത്രികന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. കേസിലെ 4ാം പ്രതി കൊടകര മനക്കുളങ്ങര സ്വദേശി ജാക്കി ബിനു എന്ന ബിനുവാണ് അറസ്റ്റിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.